ഹായ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇതിനെക്കുറിച്ചും ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിസ്ക് ഫാക്ടർ എത്രയുണ്ട്, അതിൻ്റെ എത്രമാത്രം റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വെൽത്ത് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഒരുപാട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഫണ്ടുകളുണ്ട്, ലോ റിസ്ക് ഫണ്ടുകളുണ്ട്, ഈവൻ നോ റിസ്ക് ഫണ്ടുകളുമുണ്ട്. ഒക്കെയാണെങ്കിലും പൊതുവെ രണ്ട് തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകളെ കാണുന്നത്. ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും മറ്റൊന്ന് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളും. രണ്ട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും അതിൻ്റേതായ റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ട്. റിസ്ക് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് റിട്ടേണും അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ടായിരിക്കും. സോ വെറെവർ യു ആർ ടേക്കിംഗ് ഹൈ റിസ്ക്, ദർ ഇസ് എ ഹൈ റിട്ടേൺ. ഏറ്റവും പോപ്പുലറായ മ്യൂച്വൽ ഫണ്ട് ഡെഫിനറ്റ്ലി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. കാരണം അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നത്. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് വെച്ചാൽ ലാർജ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. എന്താണ് ലാർജ് ക്യാപ് കമ്പനികൾ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ കമ്പനികളിലെ ടോപ്പ് 100 കമ്പനികളെയാണ് ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു 50,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള, അല്ലെങ്കിൽ 50,000 കോടിക്ക് മുകളിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളും ഈ ലാർജ് ക്യാപ് കമ്പനികളിൽപ്പെടും. ഈ 100 കമ്പനികളിൽ നിന്നും വളരെ സെലക്ട് ചെയ്ത് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ആ കമ്പനികളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഇൻഫോസിസ്, TCS തുടങ്ങി ടോപ്പ് കമ്പനികളിലാണ് ഈ ലാർജ് ക്യാപ് കമ്പനികൾ. എന്താ അതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ റിലയബിൾ ആയിരിക്കും ഈ കമ്പനികൾ. പൊളിഞ്ഞു പോകാൻ സാധ്യത വളരെ വളരെ കുറവായിരിക്കും ഈ കമ്പനികൾ. അതുകൊണ്ട് തന്നെ സേഫ്റ്റി, നമ്മുടെ ഫണ്ടിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ സുരക്ഷിതമായിരിക്കും. സോ ഇത്തരത്തിലുള്ള ലാർജ് ക്യാപ് കമ്പനികളുടെ നമുക്ക് കിട്ടാനുള്ള റിട്ടേൺ ഒരു ലിമിറ്റഡ് റിട്ടേണേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു 15% to 18% അത്തരത്തിലുള്ള അതിൽ കൂടുതൽ റിട്ടേൺ ഈ ലാർജ് ക്യാപ് കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ കമ്പനികൾ ആൾറെഡി വളർന്ന് വലുതായിട്ടിരിക്കുന്ന, അതിൽ നിന്നൊരു മൾട്ടി ബാഗർ റിട്ടേൺസ്, അതിന് ഡബിൾ ആവുക, ട്രിപ്പിൾ ആവുക വളരെ കുറഞ്ഞ കാലം കൊണ്ട്, അതൊന്നും നമുക്ക് ഈ ലാർജ് ക്യാപ് കമ്പനികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇൻഫോസിസ് അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 20 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. ആ കമ്പനി വീണ്ടും അതിന് 40 ലക്ഷം കോടി ആവണമെങ്കിൽ അത് വളരെ 1 വർഷമോ 2 വർഷം കൊണ്ടൊന്നും ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ചിലപ്പോൾ 5 ഇയേഴ്സോ ചിലപ്പോൾ അതിൽ കൂടുതലോ എടുത്തു എന്ന് വരും. പക്ഷേ നമ്മുടെ പണം വളരെ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ലാർജ് ക്യാപ് കമ്പനികളിൽ നിന്ന്. അടുത്തതായി മിഡ് ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിഡ് ക്യാപ് കമ്പനികളിലാണ്. ഏതാണ് മിഡ് ക്യാപ് കമ്പനികൾ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ടോപ്പ് 100 കമ്പനികളെ നമ്മൾ ലാർജ് ക്യാപ് കമ്പനി എന്ന് പറയുമ്പോൾ, മിഡ് ക്യാപ് കമ്പനികൾ എന്ന് വെച്ചാൽ ടോപ്പ് 100 to 250, 100 മുതൽ 250 കമ്പനി ടോപ്പ് കമ്പനികൾ, ആ 150 കമ്പനികളെയാണ് സാധാരണയായി മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അപ്രോക്സിമേറ്റ് 20,000 കോടി മുതൽ 50,000 കോടി വരെയുള്ള കമ്പനികൾ, ആ കമ്പനികളെ നമ്മളെ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ പെടുത്താം. എന്താണ് മിഡ് ക്യാപ് കമ്പനികളുടെ പ്രത്യേകത? ഈ മിഡ് ക്യാപ് കമ്പനികൾ ലാർജ് ക്യാപ് കമ്പനികളെ അത്രയും വളർന്നിട്ടില്ല, പക്ഷേ വളരെ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളാണ്, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികൾ.
ഇതിന് ലാർജ് ക്യാപിറ്റൽ കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് അപകട സാധ്യത കൂടുതലാണ്. അതായത് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് വരുമ്പോൾ ഈ ലാർജ് ക്യാപ് കമ്പനികളെക്കാൾ കൂടുതൽ വേഗത്തിൽ ഇതിൻ്റെ ഷെയറിൻ്റെ വില താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈവൻ ബുൾ മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് കമ്പനിയേക്കാൾ വളരെ വേഗത്തിൽ ഈ കമ്പനികളുടെ ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകും എന്നുള്ള പ്രത്യേകത കൂടി മിഡ് ക്യാപ് കമ്പനികൾക്കുണ്ട്. അപ്പോൾ റിസ്ക് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് റിട്ടേൺ ലാർജ് ക്യാപ്പിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫണ്ട് കുറച്ചുകൂടെ ലാർജ് ക്യാപ്പിനേക്കാൾ വേഗത്തിൽ വളരാനുള്ള സാധ്യതയും മിഡ് ക്യാപ് കമ്പനികൾക്കുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലാർജ് ക്യാപ്പിനേക്കാൾ റിസ്ക് കൂടുതലാണെങ്കിലും റിട്ടേൺ മിഡ് ക്യാപ് കമ്പനികൾക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിലുള്ള മിഡ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മിഡ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ലാർജ് ക്യാപ്പുകൾ വളരെ സുരക്ഷിതമായിട്ടുള്ള കമ്പനികളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത്ര സുരക്ഷിതമല്ല, പക്ഷേ റിട്ടേൺ കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യത മിഡ് ക്യാപ് കമ്പനികൾ കൊടുത്താണ്. കുറച്ച് റിസ്ക് കൂടുതലാണ്. അതാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. അടുത്ത ഫണ്ടാണ് സ്മാൾ ക്യാപ് ഫണ്ട്. സ്മാൾ ക്യാപ് ഫണ്ട് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സ്മാൾ ക്യാപ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സ്മാൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഏതാണ് സ്മാൾ ക്യാപ് കമ്പനികൾ? ഇതേപോലെ 250 ടോപ്പ് 250 കമ്പനികൾക്ക് ശേഷം വരുന്ന കമ്പനികളെല്ലാം സ്മാൾ ക്യാപ് കമ്പനികളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 20,000 ക്രോഴ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അത് 20,000 കോടിക്ക് താഴെയുള്ള കമ്പനികളെയാണ് നമ്മൾ സ്മാൾ ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി അത് വളരെ ചെറിയ കമ്പനികളുണ്ട്. ഒരു 500 കോടി അല്ലെങ്കിൽ 1000 കോടിക്ക് താഴെയുള്ള കമ്പനികളെ നമ്മൾ മൈക്രോ ക്യാപ് കമ്പനികൾ എന്നും കൂടി പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സ്മാൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ സ്മാൾ ക്യാപ് കമ്പനികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളാണ് ഈ സ്മാൾ ക്യാപ് കമ്പനികൾ. വളരെ പെട്ടെന്ന് തന്നെ മൾട്ടി ബാഗ് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഇത്. അപകട സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ചെറിയ കമ്പനികളായിരിക്കും, പക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളായിരിക്കും. പക്ഷേ ഇതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനികൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു പ്ലാനിങ്ങിലോ എന്തെങ്കിലും ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണം ചിലപ്പോൾ ആ കമ്പനികൾ നേരെ കൊളാപ്സ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതാണ് റിസ്ക് വളരെ കൂടുതലുള്ള കമ്പനികളാണ് സ്മാൾ ക്യാപ് കമ്പനികൾ. പക്ഷേ റിട്ടേൺ വളരെ കൂടുതലും കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. സോ അപകട സാധ്യത വളരെ കൂടുതലുള്ള ഇത്തരം കമ്പനികളുടെ പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റെബിലിറ്റി അത്ര മറ്റുള്ള ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പിൻ്റെ അത്ര സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. അത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ ചിലപ്പോൾ നഷ്ടം വന്ന് കമ്പനി പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്മാൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. കമ്പയർ ടു ലാർജ് ക്യാപ് മിഡ് ക്യാപ് റിസ്ക് ഈസ് വെരി ഹൈ, റിട്ടേൺ ഓൾസോ വിൽ ബി വെരി ഹൈ. ഇനി എന്താണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് നോക്കാം. ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. നമ്മുടെ നോ റിസ്ക് ഫണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഡെപ്റ്റ് ഫണ്ടിൽ നമ്മുടെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സേഫായിട്ടുള്ള ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഏതെല്ലാമാണ് ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, ഇത്തരത്തിലുള്ള വളരെ സേഫായിട്ടുള്ള ഫണ്ടുകളിലാണ് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് റിട്ടേൺ വളരെ കുറവായിരിക്കും. ഒരു 8% to 9% അല്ലെങ്കിൽ 10% മാക്സിമം അത്രയ്ക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഈ ഡെപ്റ്റ് ഫണ്ടുകളിൽ. പക്ഷേ നമ്മുടെ പണം വളരെ സേഫായിരിക്കും. മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് വെച്ചാൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് എന്നീ 3 ഫണ്ടുകളിലും ഒരു പ്രത്യേക പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ എന്ന് പറഞ്ഞത്. പ്രത്യേക പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അത് ഫണ്ട് മാനേജർ മുൻകൂട്ടി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു 40% ടു ലാർജ് ക്യാപ്, 30% ടു മിഡ് ക്യാപ്, 30% ടു സ്മാൾ ക്യാപ്, അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ടും ഇതുപോലെ തന്നെയാണ്.
ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് എന്നീ 3 ഫണ്ടുകളിൽ അത്രയുള്ള കമ്പനികളിലും 3 തരത്തിലുള്ള കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. പക്ഷേ അതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും ഫണ്ട് മാനേജർക്ക് ഡിസൈഡ് ചെയ്യാം എത്ര പെർസെൻറ്റേജ് ലാർജ് ക്യാപ്പ്, എത്ര പെർസെൻറ്റ് മിഡ് ക്യാപ്പ്, എത്ര പെർസെൻറ്റ് സ്മാൾ ക്യാപ്പ് എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ ഫണ്ട് മാനേജർക്ക്. ചില സമയത്ത് മുഴുവൻ എമൗണ്ടും അവർ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചില സമയത്ത് ഫുൾ എമൗണ്ട് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചില സമയത്ത് അത്തരത്തിലുള്ള ഫണ്ടുകൾ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിമറിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഫണ്ട് മാനേജർക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ട്. ഹൈബ്രിഡ് ഫണ്ടും ഇതുപോലെ ഇക്വിറ്റിയിലും ഡെപ്റ്റിലും മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ 50% ടു ഇക്വിറ്റി ഫണ്ട്, 50% ടു ഡെപ്റ്റ് ഫണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ റിസ്ക് ബാലൻസ് ചെയ്തിരിക്കും. പക്ഷേ അതിനനുസരിച്ച് റിട്ടേണും നമുക്ക് കുറച്ച് കുറവായിരിക്കും. പക്ഷേ പണം വളരെ സേഫായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം 50% മാത്രമേ നമ്മൾ കൂടുതൽ റിസ്ക് 50% എക്സ്പോഷർ മാത്രമേ നമ്മൾ കൂടുതൽ റിസ്കിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ ഒരു മീഡിയം തരത്തിലുള്ള റിട്ടേൺ നമുക്ക് തരും ഹൈബ്രിഡ് ഫണ്ടുകൾ. ഇനി കൂടുതലും ഹൈബ്രിഡ് ഫണ്ടുകളിൽ തന്നെ ഒരുപാട് ഡിഫറൻസുകളുണ്ട്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. ഇതിനെല്ലാം അതിൻ്റെ അർത്ഥം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും പെർസെൻറ്റേജിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. വളരെ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 65-70% ഇക്വിറ്റിയിലും 30% മാത്രമേ ഡെപ്റ്റിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ 80% ഡെപ്റ്റിലും 20% ഇക്വിറ്റിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആണെങ്കിൽ ഒരു 40%-50% തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യാം. അത്തരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് ഫണ്ടുകളും അവൈലബിൾ ആണ്. മറ്റുള്ള തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കൂടിയുണ്ട്. ഒന്ന് ഗോൾഡ് ഫണ്ട്. ഗോൾഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണത്തിൽ അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഗോൾഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങാതെ നമ്മൾ ഈ ഗോൾഡ് ഫണ്ടുകൾ, ഗോൾഡ് ETF വാങ്ങിച്ചാൽ, ETF എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ടായിരിക്കും. സ്വർണത്തിൻ്റെ വില എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഡയറക്റ്റായി നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഗോൾഡിന് ഉണ്ടാകുന്ന വിലയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നമ്മുടെ ഫണ്ടുകളും അതിനനുസരിച്ച് പെർഫോം ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ഫണ്ടാണ്, വളരെ സേഫായിട്ടുള്ളൊരു ഫണ്ടാണ് ഗോൾഡ് ഫണ്ട്. പിന്നെ മറ്റൊരു ഫണ്ടാണ് ടാക്സ് സേവിങ് ഫണ്ട്, അതായത് ELSS എന്ന് പറയും. ELSS എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. അത് ഓൾഡ് റെജിമിലൊക്കെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഓൾഡ് റെജിമിൽ നിങ്ങൾ ടാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ് ഈ ELSS. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഓൾഡ് റെജിം, ന്യൂ റെജിം ഉണ്ട്. ഓൾഡ് റെജിമിൽ നമ്മൾ ടാക്സ് ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ 80C പ്രകാരം നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഈ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ELSS. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്, 3 years. ഈ 3 yearsന് ഉള്ളിൽ നമുക്ക് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ആ 3 years ലോക്കിംഗ് പീരീഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്കതിന് ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അപ് ടു 12 lakhs ഇൻകം ടാക്സ് ആക്കിയതുകൊണ്ട് ആസ് പെർ ന്യൂ റെജിം. അപ്പോൾ പഴയ ഓൾഡ് റെജിമിൽ അധികം ആൾക്കാരും പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് അധികം ആളുകളും ഓൾഡ് റെജിമിൽ ടാക്സ് ഫയൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓൾഡ് റെജിമിൽ ഫയൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ELSSൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരും. കാരണം നമ്മളൊരു ലോക്കിംഗ് പീരീഡ് ഉള്ളതായതുകൊണ്ട് അധികം ആൾക്കാരും അതിൽ വെറുതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം നമുക്കിവിടെ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റി മറ്റു മ്യൂച്വൽ ഫണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ലോക്കിംഗ് പീരീഡിലേക്കുള്ള ഒരു റിസ്ക് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് എടുക്കാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്